നമസ്കാരം. നമസ്കാരം. ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് പിണറായി വിജയൻ്റെ മകൾ, അതായത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ CMRൽ നിന്നും മാസപ്പടി വാങ്ങിയ കേസിലുള്ള ED അന്വേഷണത്തെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് തന്നെയാണ്. കുറേ ദിവസങ്ങളായി മാധ്യമങ്ങൾ ഇത് തന്നെ ചർച്ച ചെയ്യുന്നു. കോഴിക്ക് മുല വരുന്നത് പോലെയാണ്, ഇപ്പോൾ നടക്കും, ഇപ്പോൾ നിയമ നടപടി ഉണ്ടാകും, വീണയെ പിടിച്ചകത്തിടും, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പരക്കുന്നു. നിങ്ങൾ മാധ്യമങ്ങൾക്ക് മറ്റൊരു ജോലിയുമില്ലേ എന്ന തരത്തിലൊക്കെ തന്നെയാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളിലും പ്രിയപ്പെട്ട പ്രേക്ഷകർ കമൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വികാരം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഓരോ ദിവസവും നടക്കുന്ന പ്രധാന സംഭവങ്ങൾ തന്നെയാണ് വാർത്തകളായി പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്ന ഈ വിഷയം ചർച്ച ചെയ്യാതെ പോകുന്നതും ഒരു മാധ്യമധർമ്മത്തിന് നിരക്കുന്നതല്ല എന്നതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് തന്നെ കടക്കേണ്ടിയിരിക്കുന്നു. വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് CMRL ആ കമ്പനിക്ക് നൽകിയ കോടിക്കണക്കിന് രൂപയുടെ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ പറഞ്ഞൊരു റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ന് കാണുന്ന ഈ അന്വേഷണ കോലാഹലങ്ങൾക്കെല്ലാം അടിസ്ഥാനം. അത് പലവട്ടം പറഞ്ഞതിൻ്റെ പേരിൽ ആ വശത്തേക്ക് കടക്കുന്നില്ല. എന്നാൽ വീണ വിജയനോട് ED ഇപ്പോൾ 2 തവണയാണ് ED വീണ വിജയനെ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് കൊച്ചി ED ഓഫീസിലേക്ക് വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സമൻസ് അയച്ച് വിളിച്ചു വരുത്തി. വീണ്ടും 8-8.5 മണിക്കൂർ നീണ്ട ആ ചോദ്യം ചെയ്യലിന് ശേഷം 29-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാവണം എന്ന് കാണിച്ച് സമൻസ് അയക്കുന്നു. എന്നാൽ വീണ 25-ാം തീയതി തന്നെ EDക്ക് മുന്നിൽ വരുമ്പോൾ അവിടെ അക്ഷരാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നുള്ളത് അറിയാൻ കഴിയാതെ ജനങ്ങളും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉത്സുകതയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആളുകളും ചോദിക്കുന്നൊരു ചോദ്യം അതുതന്നെയാണ്. ഒരു കാരണവശാലും EDയുടെ ഓഫീസിലേക്ക് EDയുടെ സമ്മതമില്ലാതെ ഞാൻ ചോദ്യം ചെയ്യാൻ തയ്യാറാണ് എന്ന്, ചോദ്യം ചെയ്യലിന് തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരാൾക്കും കയറി ചെല്ലാൻ സാധിക്കില്ല. ED നോട്ടീസ് അയച്ചാൽ മാത്രമേ, സമൻസ് അയച്ചാൽ മാത്രമേ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കൂ, ചോദ്യം ചെയ്യലിന് വിധേയരാവാൻ സാധിക്കൂ എന്നുള്ളതാണ് നിയമവൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ 25-ാം തീയതി വീണയെ വിളിച്ചു വരുത്തിയത്, അതായത് 29-ാം തീയതിക്ക് സമൻസ് അയച്ചതിന് ശേഷം 25-ാം തീയതി വീണ EDക്ക് മുമ്പിൽ ഹാജരായിട്ടുണ്ടെങ്കിൽ ED ഇമ്മീഡിയറ്റ് ആയിട്ട് അത്തരം ഒരു ആക്ഷനിലേക്ക്, ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നാളെ ഇതുവരെ EDയുടെ മുൻപിലില്ലാത്ത പല തെളിവുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. അവിടെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ വിജയൻ്റെ ഈ അഴിമതിയുമായി അന്വേഷിച്ച 134 തെളിവുകളും അനുബന്ധ രേഖകളും PMLA കോടതി വഴി EDക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു വസ്തുതയിലേക്ക് കാര്യങ്ങൾ വെളിച്ചം വീശുന്നത്. എന്നാൽ ഇത് പരിശോധിക്കാനുള്ള സമയം ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചിട്ട് 2600-ലധികം പേജിൽ ആയിട്ടാണ് ഈ 134 രേഖകളും അതിന് അനുബന്ധ തെളിവുകളുമെല്ലാം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് കൃത്യമായി വിശകലനം ചെയ്ത് പരിശോധിക്കാനുള്ള സമയം EDക്ക് കിട്ടുന്നതിന് മുൻപ് തന്നെയാണ് വീണ വിജയൻ EDയുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മറ്റേതോ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ വിജയനെ ഇരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ നടപടിക്രമം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ വീണ്ടും വീണയെ 10 മണിക്കൂർ നേരം, ഏതാണ്ട് 10 മണിക്കൂർ നേരം ചോദ്യം ചെയ്തിട്ടും ഇനിയും വീണ വിജയൻ ചോദ്യം ചെയ്യലിന് അടുത്ത ആഴ്ച തന്നെ ഹാജരാവണം എന്ന് തന്നെയാണ് ED അറിയിച്ചിരിക്കുന്നത്. സമൻസ് അയച്ചിട്ടില്ല എന്നുള്ളതാണ് അറിവ്. അങ്ങനെയെങ്കിൽ ഈ ഏതാണ്ട് ഒരു 16-18 മണിക്കൂർ നേരം വീണ വിജയനെ 2 തവണയായി ചോദ്യം ചെയ്യുന്നു. അവരുടെ വീട് റെയ്ഡ് ചെയ്യുന്നു, പാസ്ബുക്ക് എടുത്തുകൊണ്ട് പോകുന്നു, ബാങ്ക് ലോക്കർ തുറക്കുന്നു, ബാങ്ക് അക്കൗണ്ട് കണ്ടുകെട്ടുന്നു, ഫോൺ പിടിച്ചു കൊണ്ടുപോകുന്നു. ഇത്തരം നിരവധി രേഖകളുടെ അടിസ്ഥാനത്തിൽ, കൂടാതെ CMRLൻ്റെ MD ആയ ശശിധരൻ കർത്തയുടെ ഭാര്യയെയും മകളെയും മകനെയും ഓഫീസ് ജീവനക്കാരെയും എല്ലാം ചോദ്യം ചെയ്തതിൻ്റെ തെളിവുകൾ, അതിൻ്റെ മൊഴികളെല്ലാം അടിസ്ഥാനപ്പെടുത്തി വീണയെ ചോദ്യം ചെയ്തപ്പോൾ വീണയ്ക്ക് കാര്യമാത്ര പ്രസക്തമായി ഈ വിഷയത്തിലൊന്നും അറിയില്ല, പലതും മറന്നുപോയി, 2016-ൽ നടന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെയാണ് EDയോട് നൽകിയിരിക്കുന്ന മൊഴി എന്ന് EDയുടെ ഭാഷ്യത്തിൽ തന്നെ വ്യക്തമാണ്. മുൻപ് നടന്നിരുന്ന കാര്യമാണ്. ഓഫീസ് എക്സാലോജിക് എന്ന കമ്പനിയുടെ ഒരു വെർച്വൽ അഡ്രസ്സിലാണ് ബാംഗ്ലൂരിൽ അത് ചെയ്തിരുന്നത്. ഇപ്പോൾ കമ്പനി പ്രവർത്തനക്ഷമമല്ല. അത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്, രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പം അന്ന് നടന്ന കാര്യങ്ങൾ, അന്നുണ്ടായിരുന്ന സ്റ്റാഫ് ഇപ്പോഴില്ല, അന്നത്തെ കമ്പ്യൂട്ടർ സിസ്റ്റം ഇന്ന് കമ്പനിക്ക് ഉപയോഗിച്ചിരുന്ന സിസ്റ്റം ഇപ്പോൾ നിലവിലില്ല, അതുകൊണ്ട് എന്തൊക്കെയായിരുന്നു രേഖകൾ, എന്തൊക്കെയാണ് ചെയ്ത സേവനങ്ങളെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് വീണ വിജയൻ EDയുടെ ചോദ്യശരങ്ങളെ പ്രതിരോധിക്കുമ്പോൾ ED ഒരു
കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത്. വീണാ വിജയനെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനും വീണാ വിജയനും ഇടയിൽ നിന്നുകൊണ്ട് ആരോ ഒരു മൂന്നാമൻ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വീണാ വിജയൻ വാങ്ങിച്ചു എന്ന് പറയുന്ന ഈ 1,78,00,000 രൂപ അല്ലെങ്കിൽ 2,78,00,000 രൂപ എന്നൊക്കെ പറയുന്നത് നമ്മളൊരു പാക്കറ്റ് കപ്പലണ്ടി വാങ്ങിക്കുന്ന പണം മാത്രമേ ഉള്ളൂ എന്നാണ് പിണറായി വിജയൻ്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ മകൾക്ക് ഒരു പോക്കറ്റ് മണി കിട്ടിക്കോട്ടെ എന്ന് കണക്കാക്കി CMRL കമ്പനിയുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി അതിന് ഏതെങ്കിലും തരത്തിൽ അഴിമതിയുടെ ഒരു നിഴലിൽ ഈ കൊടുക്കൽ വാങ്ങൽ വരാതിരിക്കാൻ വേണ്ടി ഒരു ഷെൽ കമ്പനി വീണയുടെ പേരിൽ ഉണ്ടാക്കി ഈ ഒരു പണമിടപാട് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആരാണ് വീണയ്ക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് EDയുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ പ്രധാന ചോദ്യവും പ്രശ്നവും. കാരണം വീണയ്ക്ക് പലതും അറിയില്ല, വീണയുടെ മൊഴികളിൽ നിന്ന് പലപ്പോഴും വീണ കളവ് പറയുന്നതാണ് എന്നുള്ളതായിരുന്നു EDയുടെ നിഗമനം. എന്നാൽ ഈ കഴിഞ്ഞ 10-16 മണിക്കൂറുകളിൽ 2 ദിവസങ്ങളായി ചോദ്യം ചെയ്യുമ്പോൾ ഇവരിൽ നിന്ന് കിട്ടുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കാര്യമാത്ര പ്രസക്തമായി ഇതിൻ്റെ ഉള്ളുകളികളെക്കുറിച്ച് അറിയില്ല എന്ന് തന്നെയാണ് EDയും നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം വീണാ വിജയനെ മുൻനിർത്തിക്കൊണ്ട് ആരാണ് ഇങ്ങനെയൊരു ഇത്തരമൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതിലേക്ക് CMRൽ നിന്ന് പണം എത്തിക്കുന്നതിനെല്ലാം ചുക്കാൻ പിടിച്ചിരിക്കുന്നത്, അതിൻ്റെ കാർമ്മികത്വം വഹിച്ചിരിക്കുന്നത് ആ മൂന്നാമൻ ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ED അന്വേഷിക്കുന്ന പ്രധാന കാര്യം എന്നുള്ളതാണ് വെളിവാകുന്നത്. ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ തീർച്ചയായും വീണാ വിജയൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും വീണാ വിജയൻ്റെ പങ്ക് ഇപ്പോൾ ഇവരെ മുൻനിർത്തി കളിച്ചതാണ് എന്ന തരത്തിലേക്ക് ED ചെന്നെത്തുന്നു. എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസ് ഇതിനെ വിലയിരുത്തുന്നത്? എൻ്റെ ആമുഖം കുറച്ച് കൂടിയെങ്കിൽ ക്ഷമിക്കുക. ഇതിലെനിക്ക് തോന്നിയ കാര്യം മൂന്നാമതൊരാൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ ഇതിൽ സംശയം ഇത്ര മാത്രമേ ഉള്ളൂ, ആ മൂന്നാമതൊരാൾ പിണറായി വിജയനാണോ അതല്ല പിണറായി വിജയനെ തകർക്കാൻ വേണ്ടി മറ്റൊരാൾ ഇടപെട്ടതാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തായാലും വീണാ വിജയന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള, അപ്പം നമ്മൾ തന്നെ ചർച്ചയിൽ പലവട്ടം പറഞ്ഞതാണ്, ED ചോദ്യം ചെയ്യുമ്പോൾ പോലും പലവട്ടം വീണാ വിജയൻ പറഞ്ഞത് അറിയില്ല, ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് അറിവില്ല എന്നുള്ള കാര്യത്തിലും എന്ത് ചോദിച്ചാലും അറിയില്ല എന്നുള്ള കാര്യം അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടോ അതെനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ഒന്നീ പറഞ്ഞ പോലെ അറിയില്ല എന്നുള്ള സംഭവം വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ മുമ്പ് ചോദ്യം ചെയ്തതും ഇപ്പോൾ ചോദ്യം ചെയ്തതും തമ്മിൽ കൂട്ടിവെച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളും കോൺട്രാഡിക്റ്റാണ്, ഒന്നിനോട് യോജിച്ച് പോകാത്ത തരത്തിലുള്ള ഉത്തരങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ടും കോൺട്രാഡിക്റ്റ് വരുന്നതുകൊണ്ട് തന്നെ അതിൽ നുണ പറയുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. EDയെ സംബന്ധിച്ചിടത്തോളം EDക്കും ഈ പറഞ്ഞ പോലെ അറിയാം വീണ വെറും ഒരു പപ്പറ്റ് മാത്രമാണെന്നുള്ളത്, ഒരു ബൊമ്മ മാത്രമാണെന്നുള്ളതും പിന്നിൽ വലിയ സ്രാവുകളുണ്ട് എന്നുള്ളത് EDക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഇതെല്ലാം കൂട്ടി വെച്ച് നോക്കുമ്പോൾ എനിക്ക് മുമ്പ് ഷോൺ ജോർജ് പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ പറഞ്ഞ പോലെ പിണറായി വിജയനിലൂടെ തന്നെയാണ്. മാധ്യമങ്ങളെല്ലാവരും നാളിതുവരെ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ വീണാ വിജയൻ എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഷോൺ ജോർജ് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഒരു മുഴുവൻ മുമ്പേ ഷോൺ ജോർജ് അറിഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മാധ്യമങ്ങളെല്ലാവരും വീണാ വിജയൻ എന്ന് പറയുന്നുള്ളൂ, പക്ഷേ യഥാർത്ഥ പ്രതി വീണാ വിജയനല്ല. വീണാ വിജയൻ ഇക്കാര്യത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. വീണാ വിജയനെ മുൻനിർത്തി കരിക്കൽ നീക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വീണാ വിജയൻ ഇക്കാര്യത്തെക്കുറിച്ച് വലിയ അറിവുള്ള ആളൊന്നുമല്ല, ഇതിൽ പെട്ടുപോയി എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. പക്ഷേ വീണാ വിജയൻ്റെ പുറകിൽ വലിയ തരത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ളതും ഇതിനൊരു വിഹിതം മാത്രമാണ് വീണാ വിജയൻ പറ്റിയത് എന്നുള്ളത് മാത്രമാണ്. അപ്പം അത്തരത്തിൽ വീണാ വിജയൻ പ്രതിയല്ല എന്നല്ല, വീണാ വിജയൻ പ്രതിയാണ്. വീണാ വിജയനേക്കാൾ കൂടുതൽ മറ്റാരൊക്കെയോ അതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ ഷോൺ ജോർജ് മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ. അതിലോട്ട് തന്നെ ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കും. തീർച്ചയായും ഈ EDയുടെ ഈ 10-16 മണിക്കൂർ നേരം ചോദ്യം ചെയ്യലിൽ നിന്നും EDക്ക് വ്യക്തമായ ചില സൂചനകൾ അത് തന്നെയാണ്. അങ്ങനെ ആരാണ് പിണറായി വിജയൻ്റെ മകളായ വീണാ വിജയനും ഇടനില നിന്നുകൊണ്ട് CMRലുമായി അഥവാ മറ്റ് 11ഓളം കമ്പനികളുമായി നടത്തിയിരിക്കുന്ന ഇടപാടുകളിൽ ആരാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചിരിക്കുന്നത്, മൂന്നാമൻ്റെ പണി ചെയ്തിരിക്കുന്നത്, ആരാണ് ഈ മൂന്നാമൻ എന്നുള്ളതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അത് ഒരുപക്ഷെ പിണറായി വിജയൻ്റെ സാരഥികളായിരുന്ന ആരെങ്കിലുമായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ആയിരുന്നു. അതുപോലെ പിണറായി വിജയന് ഓരോരോ വിഭാഗങ്ങളിലും ഓരോരോ സെക്രട്ടറിമാരുണ്ടായിരുന്നു. മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നത് ജോൺ ബ്രിട്ടാസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഇതുപോലെ ഏതാണ്ട് 10-20ഓളം സെക്രട്ടറിമാരുടെ ഒരു സേവനം തന്നെ പിണറായി വിജയൻ 10 വർഷക്കാലത്തെ ഭരണത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഭരണകാലത്ത് ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു. ഇവരിൽ ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഇവർക്ക് പുറമേയുള്ള പിണറായി വിജയനോട് വളരെ അടുത്ത് നിൽക്കുന്ന കേന്ദ്രങ്ങളിൽപ്പെട്ട ഭരണസിരാ കേന്ദ്രങ്ങളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന പിണറായി വിജയനെ പോലും
അത് അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് തിരുത്തിക്കാൻ ശക്തിയുള്ള ആരെങ്കിലും ഒരാളായിരിക്കും വീണ വിജയനും CMRLനും ഇടയിൽ ഇങ്ങനെ ഇടനില നിന്നുകൊണ്ട് ഈ ഇടപാട് നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ ആദായ നികുതി വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ റിപ്പോർട്ട് പ്രകാരം പുറത്തു വന്നിരിക്കുന്നത് CMRLനും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകളാണ്. ഇതിന് സമാനമായ രീതിയിൽ വീണ വിജയൻ 2 ന്യൂനപക്ഷ സമുദായങ്ങളുടെ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ഇടപാട് നടത്തിയിട്ടുണ്ട്, മാസപ്പടി വാങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 11ഓളം കമ്പനി, CMRL അടക്കം ഏതാണ്ട് 11ഓളം കമ്പനികളുമായി ഇടപാട് നടത്തിയിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 8ഓളം കമ്പനികൾ ഇപ്പോഴും സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെയാണ് മാത്യു കുഴനാടൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട രേഖകളിൽ പറയുന്നത്. നേരത്തെ ഫവാസ് സൂചിപ്പിച്ചതുപോലെ ഷോൺ ജോർജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നിർണായകമായ തെളിവുകൾ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് നൽകുകയും കേസിൽ കക്ഷി ചേരുകയും ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ കാര്യം പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി ഓടി നടന്നയാളും ഷോൺ ജോർജ് തന്നെയാണ്. KCDC എന്ന നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഷോൺ ജോർജ് തനിക്ക് കൂടി ഈ വിഷയത്തിൽ നഷ്ടമുണ്ട് എന്നുള്ളത് കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അതിൽ ഷെയറുകൾ പോലും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുസമൂഹത്തിന് നഷ്ടം സംഭവിച്ചിരിക്കുന്നു. CMRL ഈ കരിമണൽ ഖനന കമ്പനിക്ക്, CMRL എന്ന കരിമണൽ ഖനന കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകുന്നതിലൂടെ പൊതുമേഖലാ സ്ഥാപനത്തിനും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നഷ്ടമുണ്ടായിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി പോലും ഷോൺ ജോർജ് അതിൽ ഷെയർ പോലും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെയർ എടുത്ത ആളുകൾക്കെല്ലാം KSIDC നിന്ന് ഷെയർ കിട്ടേണ്ടതാണ്. അപ്പോൾ അത് മറ്റൊരു കമ്പനിക്ക് ഇതിൻ്റെ ലാഭവിഹിതം പോകുമ്പോൾ സംസ്ഥാന ഖജനാവിനും അതുപോലെ തന്നെ പൊതുമേഖലയ്ക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെ വളരെ വിശദമായ രീതിയിലുള്ള തെളിവുകളാണ് ഷോൺ ജോർജ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കപ്പെടുമ്പോൾ ഇപ്പോൾ CMRL എക്സാലോജിക് ഇടപാട് മാത്രമല്ല, വീണയെ സംബന്ധിച്ച് മറ്റു 11ഓളം കമ്പനികളുമുണ്ട്. ഇപ്പോൾ 8 കമ്പനിയോളം സജീവമായി നിലനിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായും വീണയ്ക്കും ഇത്തരം കമ്പനികൾക്കും ഇടയിൽ ഒരു മൂന്നാമനുണ്ടായിരുന്നു. അത് പിണറായി വിജയൻ്റെ വളരെ വിശ്വസ്തനായിട്ടൊരാളാണ്. പിണറായി വിജയനെ പോലും തിരുത്താൻ ശക്തിയുള്ള, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അടുത്ത് വളരെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പോലും സ്വാധീനവും ശക്തിയുമുള്ള ഒരാളാണ് എന്നുള്ളതാണ് ഒരു നിഗമനത്തിലേക്ക് ED എത്തിച്ചേർന്നിരിക്കുന്നത്. അതാരാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിൻ്റെ അന്വേഷണത്തിലാണ് ED എന്നുള്ളതാണ് അറിയുന്നത്. വീണ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ബംഗളൂരുവിലുള്ള ഈ അഡ്രസ്സ് വെർച്വൽ അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഒരു മേൽവിലാസത്തിന് വേണ്ടി മാത്രമാണ് അവിടെ അത് കമ്പനി തുടങ്ങിയിരുന്നത് എന്ന് പറയുമ്പോൾ, ഇവിടെ AKG സെൻറ്ററിൻ്റെ മേൽവിലാസമാണ് വീണ ടി കെയർ ഓഫ് പാളയം, AKG സെൻറ്റർ പാളയം എന്നുള്ള അഡ്രസ്സാണ് ഈ എക്സാലോജിക് എന്ന കമ്പനിയുടെ കേരളത്തിലെ മേൽവിലാസമായി കൊടുത്തിരുന്നത് എന്ന് പറയുമ്പോൾ അതും വളരെ ദുരൂഹമായ രീതിയിലൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ ഈ അഡ്രസ്സുമായി മേൽവിലാസവുമായെല്ലാം ബന്ധപ്പെട്ട് ചെല്ലുകയാണെങ്കിൽ AKG സെൻറ്ററിലേക്ക് കയറി ചെല്ലുക എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും അത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ പുറത്തു വന്നപ്പോൾ AKG സെൻറ്ററുമായി ബന്ധപ്പെട്ട്, അതായത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനോ പിണറായി വിജയനോ ഒന്നും അത് അങ്ങനെയല്ല, AKG സെൻറ്റർ അല്ല അഡ്രസ്സ് കൊടുത്തിരിക്കുന്നതെന്നും എവിടെയും പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പാർട്ടിക്കെതിരെയോ പാർട്ടിയുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കെതിരെയോ വരുമ്പോൾ പോലും അവരത് നിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള നിഷേധങ്ങളൊന്നും നിരാകരിക്കലൊന്നും വന്നിട്ടില്ലാത്തതിൻ്റെ പേരിൽ അത് വേണമെങ്കിൽ ശരിയാവാം എന്നുള്ള ഊഹാപോഹങ്ങളാണ് നിൽക്കുന്നത്. അതെന്ത് തന്നെയായാലും ഇപ്പോൾ ഈ മൂന്നാമൻ CMRL എക്സാലോജിക് ഇടപാടിൽ വീണ വിജയനും പിണറായി വിജയനും ഇടയിൽ നിന്നുകൊണ്ട് ഇത്തരം അക്കൗണ്ടുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇത്തരം ഓപ്പറേഷൻസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ ഒരാളുണ്ടായിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ ED എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ ആരാണ് ആ മൂന്നാമൻ എന്നുള്ള ചോദ്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ സമൂഹം വളരെ ഉത്സുകതയോടുകൂടി നോക്കിക്കാണുന്ന ഈ കാര്യത്തിൽ പുതിയതായി വന്നിരിക്കുന്ന വാർത്താ വിശേഷങ്ങൾ ഇത് തന്നെയാണ്. ഈ കാര്യത്തിൽ ഇനിയും എന്ത് സംഭവിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് തോന്നുന്നത്.